സോ ഫ്രണ്ട്സ്, നമ്മളിന്ന് എങ്ങനെ ഒരു വെബ് പേജ് ഉണ്ടാക്കാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. ബേസിക്കായിട്ട് എങ്ങനെ ഒരു വെബ് പേജ് ഉണ്ടാക്കാമെന്ന്. സോ നമ്മളതിനായിട്ട് യൂസ് ചെയ്യുന്നത് HTML ആണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. സോ നമുക്ക് ഈ നമ്മുടെ HTML കോഡ് എവിടെയെങ്കിലും ടൈപ്പ് ചെയ്യണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഉബുണ്ടു ആണെങ്കിൽ Gedit എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് എഡിറ്റർ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ Geany എന്ന് പറയുന്ന എഡിറ്റർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. പിന്നെ അതേപോലെ വിൻഡോസ് ആണെങ്കിൽ നമുക്ക് നോട്ട് പാഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്. നോട്ട് പാഡ് ഉണ്ട്, നോട്ട് പാഡ് ++ഉം ഉണ്ട്. നമുക്കിഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സബ്ലൈം ടെക്സ്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് എഡിറ്ററാണ്. നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഉബുണ്ടുവിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് സോഫ്റ്റ്വെയർ സെൻറ്റർ. ഇതിൽ ഡെവലപ്പർ ടൂൾസിൽ പോയി കഴിഞ്ഞാൽ സബ്ലൈം ടെക്സ്റ്റ് ഇവിടെ താഴെയായിട്ട് വരും. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കാരണം സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നുണ്ട്. അത് ഇപ്പോൾ സബ്ലൈം ടെക്സ്റ്റ് അല്ല, ഞാനിപ്പോൾ വേറൊരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ സബ്ലൈം ടെക്സ്റ്റ് എടുക്കുമ്പോൾ ഇവിടെ ഇതുപോലെ ഇൻസ്റ്റാൾ കാണിക്കും. അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോഞ്ച് ഉണ്ട്. ലോഞ്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പണായി വരും. അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ആപ്ലിക്കേഷൻസിൽ പോയിട്ട് പ്രോഗ്രാമിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ സബ്ലൈം ടെക്സ്റ്റ് അവൈലബിൾ ആയിട്ട് വരും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതിന് ജസ്റ്റ് സബ്ലൈം ടെക്സ്റ്റ് 3 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. സബ്ലൈം ടെക്സ്റ്റ് 3 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് ഡൗൺലോഡ് ചെയ്യാനുള്ളതായിരിക്കും. അതിൽ നിങ്ങൾ ഇവിടെ വിൻഡോസ് നിങ്ങളുടെ വേർഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്താൽ മതി. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ഡെവലപ്പർ വേർഷൻ വേണോ സ്റ്റേബിൾ വേർഷൻ വേണോ എന്ന്. ഡെവലപ്പർ വേർഷൻ ചൂസ് ചെയ്യരുത്. ഡെവലപ്പർ വേർഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൈസൻസ് പർച്ചേസ് ചെയ്യേണ്ടി വരും, അതിന് പൈസയാവും. സോ അതിൻ്റെ ആവശ്യമില്ല. സ്റ്റേബിൾ വേർഷൻ ചെയ്താൽ മതി. ചിലപ്പോൾ അത് ചോദിക്കില്ല, ചോദിക്കുകയാണെങ്കിൽ മാത്രം അത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. സോ എൻ്റെ അത് ഞാൻ ഇപ്പോൾ സബ്ലൈം ടെക്സ്റ്റാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് Geany എടുക്കണമെങ്കിൽ Geany എടുക്കാം. അതുപോലെ തന്നെ Gedit ആണെങ്കിൽ Gedit എടുക്കാം. ഏതെടുത്താലും കുഴപ്പമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കോഡ് എഴുതി കഴിയുമ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ .html ആയിരിക്കണം. അതാണ് നമ്മൾ ഏത് എഡിറ്റർ എടുത്താലും ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ഞാനിപ്പോൾ സബ്ലൈം ടെക്സ്റ്റാണ് എടുത്തിരിക്കുന്നത്. സബ്ലൈം ടെക്സ്റ്റിൽ ഞാൻ എൻ്റെ ഫയൽ സേവ് ചെയ്യാൻ പോകുന്നു. സേവ് ആസ് ഡെസ്ക്ടോപ്പിൽ ഫസ്റ്റത്തെ വെബ് പേജ് അല്ലേ നമ്മുടെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് .html എന്നാണ് സേവ് ചെയ്യാൻ പോകുന്നത്. .html. ഓക്കെ, .html എന്ന് പറഞ്ഞ് സേവ് ചെയ്തു. സോ നമ്മുടെ HTML വെബ് പേജാണ്. നിങ്ങളിപ്പോൾ സബ്ലൈം ടെക്സ്റ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് HTML നിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് സിൻറ്റാക്സ് നമുക്ക് കിട്ടും. HTML നിന്ന് അടിക്കുമ്പോഴേക്കും HTML സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എൻ്റെയർ സിൻറ്റാക്സ്, വെബ് പേജ് ഉണ്ടാക്കാനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എൻ്റെയർ സിൻറ്റാക്സ് നമുക്ക് ഓൾറെഡി സബ്ലൈം ടെക്സ്റ്റ് തന്നെ നമുക്ക് തരും. സോ ഞാൻ എൻ്റർ അടിക്കുകയാണ്. എൻ്റർ അടിച്ചപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് ഈ ഒരു HT വരടിച്ച് പിടിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നു. നിങ്ങളിപ്പോൾ Geany അല്ലെങ്കിൽ നോട്ട് പാഡ് ആണെങ്കിൽ ഈ ഒരു ഫീച്ചർ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് കോഡ് കംപ്ലീഷൻ എന്ന് പറയുന്നൊരു ഫീച്ചറൊക്കെ സബ്ലൈം ടെക്സ്റ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ സബ്ലൈം ടെക്സ്റ്റ് പ്രിഫർ ചെയ്യുന്നത് ബാക്കിയുള്ളതിനേക്കാളും അപേക്ഷിച്ച്. നിങ്ങളത് തന്നെ ചൂസ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല, എങ്കിലും അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തന്നേക്കുന്ന, അതായത് HTML ബേസിക്കായിട്ട് നമുക്ക് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണമെന്ന് മനസ്സിലായി. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റത്തേൽ .type HTML. ഈ .type HTML എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് HTML5 ആണ് നമ്മൾ കറൻ്റ്ലി റൺ ചെയ്യുന്നത് എന്നറിയിക്കാൻ വേണ്ടിയാണ് ഈ .type HTML യൂസ് ചെയ്യുന്നത്. ഈ ലൈൻ നമ്മുടെ വെബ് പേജ് റൺ ചെയ്യാനായിട്ട് ഇതില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ കോഡ് എടുത്ത് നോക്കുന്ന ഒരാൾക്ക് ഇത് HTML5 ആണെന്ന് മനസ്സിലാവാൻ ഈ ലൈൻ എസെൻഷ്യലാണ്. സോ
നമ്മൾ കോഡ് ചെയ്തപ്പോൾ ഈ ലൈന് എപ്പോഴും അവിടെ എഴുതണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് HTML. HTML ടാഗ്. ഈ HTML ടാഗ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് പറയുന്ന പേരാണ് ഓപ്പണിംഗ് ടാഗ്. അതിൻ്റെ ക്ലോസിംഗ് ടാഗ് വരുന്നത് ഇവിടെ. ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർവേഡ് സ്ലാഷ് ഉണ്ടാവും ക്ലോസിംഗ് ടാഗിന്. ഓപ്പണിംഗ് ടാഗിന് അതുണ്ടാവില്ല. ഈ ടാഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെസ് ദാൻ സൈൻ, അതിനകത്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്രേറ്റർ ദാൻ സൈൻ. ഒരർത്ഥത്തിൽ നോക്കി കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബ്രാക്കറ്റ്, എന്തോ മീനിങ് ഫുൾ ആയിട്ടുള്ള എന്തോ ഒരു സാധനം, അത് കഴിഞ്ഞിട്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഈ ടാഗിനകത്ത് എഴുതുന്ന വാക്കുകൾക്ക് എന്താ പറയുക, ഫീച്ചേഴ്സ് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മളതിനെ HTML ടാഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ കീവേഡ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ HTML ടാഗ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ HTML പേജിനകത്ത് HTML പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ HTML-നകത്തും എന്തൊക്കെ വരുന്നോ അത് മാത്രമേ നമുക്ക് നമ്മുടെ വെബ് പേജിൽ വിസിബിളായിട്ട് വരുള്ളൂ. ഓക്കെ, ഇനി ഹെഡ് എന്ന് പറയുന്ന ടാഗിനകത്ത് നമ്മളൊരു ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബേസിക്കായിട്ട് ഹെഡിനകത്ത് ടൈറ്റിൽ എന്ന് പറഞ്ഞ ടാഗ് മാത്രമേ കൊടുക്കാനായിട്ട് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. +2 ലെവലിൽ നമുക്ക് അത്ര പഠിക്കാൻ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ എന്ന് പറഞ്ഞ ഈ ടാഗിനകത്ത് നമ്മൾ എന്ത് എഴുതിയാലും അത് ഇതിവിടെ വരും, ഈ ഭാഗത്തായിട്ട് നമ്മുടെ വെബ് പേജിൻ്റെ ടൈറ്റിൽ. ഓക്കെ, ഞാൻ ജസ്റ്റ് നമുക്ക് എഴുതി റൺ ചെയ്ത് കാണിച്ചു തരാം. വെബ് പേജ് എന്നാണ് ഞാൻ എൻ്റെ ടൈറ്റിൽ കൊടുക്കുന്നത്. ഓക്കെ, ഞാനിത് സേവ് ചെയ്യാനായിട്ട് Ctrl+S ഞെക്കാണ്. ഇവിടെ ഫയലിൽ പോയിട്ട് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ Ctrl+S പ്രസ് ചെയ്താലും നമ്മുടെ ഫയൽ സേവ് ആവും. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബ്രൗസർ കൊടുത്തു. സോ വെബ് പേജ് വന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വെബ് പേജ്. ഫസ്റ്റ് വെബ് പേജിൽ ഞാൻ ജസ്റ്റ് ടൈറ്റിൽ മാത്രമേ കൊടുത്തുള്ളൂ, വെബ് പേജ്. ഇവിടെ ടൈറ്റിൽ വന്നു. ഇതിപ്പോൾ ഒരു ഓൺലൈൻ പേജാണ്, ഹൗ ടു റൺ എ PHP സ്ക്രിപ്റ്റ്. അതിലിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ഹൗ ടു റൺ എ PHP സ്ക്രിപ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത് അതതിൻ്റെ ടൈറ്റിലാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ വെബ് പേജിന് ഞാനിവിടെ വെബ് പേജ് എന്ന് ടൈറ്റിൽ കൊടുത്തത്. ഓക്കെ, നമ്മളിപ്പോൾ ഇതിനകത്ത് വെബ് പേജ് എന്ന് എഴുതിയതുകൊണ്ടാണ് വെബ് പേജ് എന്ന് വന്നത്. ഞാനിപ്പോൾ വെബ് മാറ്റിയിട്ട് വെബ് എന്ന് മാത്രമാക്കിയിട്ട് സേവ് ചെയ്തു. നിങ്ങൾ ഓരോ പ്രാവശ്യം ഇതിവിടെ ഓപ്പണിംഗ് ബ്രൗസർ കൊടുക്കുന്നില്ല, ജസ്റ്റ് സേവ് ചെയ്തിട്ട് ഇവിടെ റീഫ്രഷ് അടിച്ചാലും അത് മാറി വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ആ വെബ് പേജ് മാറി വെബ് എന്ന് മാത്രമായി. നമ്മളിവിടെ എന്ത് ടൈപ്പ് ചെയ്യുന്നോ അതാണ് ഇവിടെ വരിക, ഇവിടെ. ഓക്കെ, അപ്പോൾ ഹെഡിൽ ഇത്രേ ശ്രദ്ധിക്കാനുള്ളൂ. ഇനി നമ്മൾ ഈ ബോഡി പാർട്ടിൽ എന്ത് എഴുതുന്നോ അതാണ് നമ്മുടെ വെബ് പേജിൻ്റെ ഇത്രയും ഭാഗത്ത് വരിക, ഈ ഭാഗങ്ങളിലായിട്ട് വരിക. നമ്മൾ ബോഡിയിൽ എന്ത് എഴുതുന്നോ അതാണ് വരിക. പിന്നെ നമ്മുടെ വെബ് പേജിൻ്റെ URL എന്ന് പറയുന്നത് ഇതാണ്. ഈ കാണുന്ന പോർഷനാണ് നമ്മുടെ വെബ് പേജിൻ്റെ URL. നമ്മൾ ഒരു ഓൺലൈൻ വെബ് പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ URL എന്ന് പറയുന്നത് ഇതാണ്. അത് സെർവറിൽ എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ലൊക്കേഷനാണ് URL. അപ്പോൾ ഇതിൻ്റെ കേസിൽ വരുന്നത് ഇതാണ്. എൻ്റെ വെബ് പേജ് ഇപ്പോൾ ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്, എൻ്റെ ഫയൽ ഇവിടെ എടുക്കുന്നത്. സോ അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്, അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ഇനി നമ്മുടെ വെബ് പേജിനിപ്പോൾ ബേസിക്കായിട്ട് ഞാൻ കുറച്ച് ഹെഡിങ് കൊടുക്കാൻ പോവാണ്. ഹെഡിങ് നല്ല വലുപ്പത്തിൽ ഇതുപോലെ നല്ല ഹെഡിങ് ഒക്കെ കൊടുക്കാൻ പോവാണ്. സോ ഞാനിപ്പോൾ ഹെഡിങ് കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് എന്ന് പറയുന്നത് H1 തൊട്ട് H6 വരെയുണ്ട്. H1 ടാഗാണ് ഞാനിപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. H1ൽ ഞാൻ ഹെഡിങ് 1 എന്ന് കൊടുക്കുകയാണ്. ഹെഡിങ് 1 എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ജസ്റ്റ് കോപ്പി പേസ്റ്റ്. ഹെഡിങ് 2 H2 എന്ന് പറഞ്ഞാൽ ഹെഡിങ് 2 എന്നാണ് മീൻ ചെയ്യുന്നത്. H2. ഇനി നമുക്ക് H6 വരെ ഇതുപോലെ ടാഗുകളുണ്ട്. H1, H2, H3, H4, H5, H6 വരെ. സോ ഇത് H6.
H6 എന്ന് പറഞ്ഞ ടാഗാണ് ഞാനിവിടെ കൊടുക്കുന്നത്. H6 ഓക്കെ, സേവ് ചെയ്തു. ഓക്കെ, റിഫ്രഷ് ചെയ്യാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഹെഡിങ് 1 എന്ന് എഴുതിയിരിക്കുന്നത് H1-നകത്താണ്. H1-നകത്ത് ഹെഡിങ് 1 എന്ന് എഴുതിയപ്പോൾ നല്ല വലുപ്പമുണ്ട്. പക്ഷേ H2-നകത്ത് എഴുതിയപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി കുറവാണ് വലുപ്പം. പക്ഷേ H6-നകത്ത് എഴുതിയപ്പോൾ വളരെ ചെറുതായി. അതാണ് അതിനു വേണ്ടിയാണ് ഈ H1 തൊട്ട് H6 വരെ നമുക്ക് ഹെഡിങ്ങുകൾ തന്നിരിക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിപ്പോൾ ഒരു ഹെഡിങ് മാത്രമല്ല നമുക്ക് H1-ൽ കൊടുക്കാൻ പറ്റുക. നമുക്ക് വേണമെങ്കിൽ ഒന്നിലധികം ഹെഡിങ്ങുകൾ H1 എന്ന് പറഞ്ഞ ഈ ടാഗിനകത്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ H1 എന്ന് പറഞ്ഞ സൈസിൽ ഒറ്റ ഹെഡിങ് മാത്രമല്ല ഒന്നിലധികം ഹെഡിങ്ങുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ H1-ൽ ഹെഡിങ് 1 എന്നും H1-ൽ തന്നെ ഹെഡിങ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ആ സൈസിൽ തന്നെ ഇവിടെ വിസിബിളായിട്ട് വരുന്നതാണ്. ഹെഡിങ് 1 എന്നും ഹെഡിങ് എന്നും സെയിം വലുപ്പത്തിൽ തന്നെ വന്നു. ഓക്കെ, ഹെഡിങ് 6 വളരെ ചെറുതായി. ഇനി അടുത്തൊരു ടാഗ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് P ടാഗാണ്. P ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരഗ്രാഫിനെ സൂചിപ്പിക്കാനായിട്ടാണ് P ടാഗ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ ഞാൻ ജസ്റ്റ് ദിസ് ഈസ് എ വെബ് പേജിൽ നിന്ന് മാത്രമാണ് എഴുതാൻ പോകുന്നത്. ദിസ് ഈസ് എ വെബ് പേജ്. ദിസ് ഈസ് എ വെബ് പേജ്. സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഈ P ടാഗിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്നതാണ് ഇവിടെ വന്നത്. ഇവിടെ H6-നകത്ത് കൊടുത്തേക്കുന്ന ഈ ഹെഡിങ് 6-നേക്കാളും വലിപ്പം കൂടുതലാണ് ഈ P ടാഗിന്. അപ്പോൾ ഹെഡിങ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വളരെ ചെറുതായിപ്പോയി. അപ്പോൾ സൈസും കൂടി നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം ഈ ടാഗുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ കൊടുത്തത് H1 കൊടുത്തത് സ്മോൾ ലെറ്റേഴ്സിലാണ്. പകരം ഞാൻ ക്യാപിറ്റൽ ലെറ്ററിലാണ് H1 കൊടുത്തത് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു മാറ്റവും അതിന് സംഭവിക്കില്ല. കണ്ടോ, എത്ര പ്രാവശ്യം റിഫ്രഷ് ചെയ്തിട്ട് മാറണില്ല, അത് അങ്ങനെ തന്നെ കിടക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HTML-ൻ്റെ ടാഗുകൾ കേസ് സെൻസിറ്റീവ് അല്ല. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്മോൾ H1 കൊടുത്താലും ക്യാപിറ്റൽ H1 കൊടുത്താലും അങ്ങനെ തന്നെ കിടക്കും. കേസ് സെൻസിറ്റീവ് അല്ലാത്ത കാരണമാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ക്യാപിറ്റൽ B കൊടുത്തു, സ്മോൾ H കൊടുത്തു, പിന്നെ ക്യാപിറ്റൽ D കൊടുത്തു. സേവ് ചെയ്തു, റൺ ചെയ്തു. ഒന്നും സംഭവിക്കില്ല, പ്രത്യേകിച്ച് ഒരു മാറ്റം സംഭവിക്കില്ല. എങ്കിലും നമ്മളിങ്ങനെ തോന്നിയോണം എഴുതാതെ അതൊരു ഭംഗിയിൽ എഴുതാനായിട്ട് നമ്മളെപ്പോഴും സ്മോൾ ലെറ്ററാണ് യൂസ് ചെയ്യുക. ഞാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. ക്യാപിറ്റൽ ലെറ്റർ എഴുതി പോയെന്ന് വിചാരിച്ച് നിങ്ങളുടെ കോഡ് ഒരിക്കലും തെറ്റാൻ പോകുന്നില്ല. എങ്കിലും നമ്മൾ കൺവെൻഷനലി യൂസ് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സാണ്. അപ്പോൾ സ്മോൾ ലെറ്റർ തന്നെ യൂസ് ചെയ്ത് ശീലിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ടൈറ്റിൽ ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ വെബ് പേജിന് ടൈറ്റിൽ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വെബ് പേജിൻ്റെ ലിങ്ക്, അതായത് നമ്മുടെ വെബ് പേജ് എവിടെയാണോ അതാണ് അതിൻ്റെ ലിങ്ക് വരാം. വെബ് പേജ് എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് അതാണ് അതിൻ്റെ ലിങ്ക് വരാം. പിന്നെ H1 തൊട്ട് H6 വരെയുള്ള ടാഗുകൾ ഉപയോഗിച്ചിട്ടുള്ള ഹെഡിങ്ങുകൾ. പിന്നെ P ടാഗ്, പാരഗ്രാഫ് ടാഗിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു വെബ് പേജ്, ദിസ് ഈസ് എ വെബ് പേജിന് എഴുതിയത് അതിൻ്റെ വലിപ്പ വ്യത്യാസങ്ങൾ. പിന്നെ ഇതൊക്കെ വരുന്നത് ബോഡി സെക്ഷനിലാണെന്നുള്ള ആ ഒരു കാര്യം. പിന്നെ ഹെഡ് സെക്ഷനിലാണ് ടൈറ്റിൽ വരിക. പിന്നെ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് HTML എന്ന് പറഞ്ഞതിനകത്താണ്. പിന്നെ അതേപോലെ തന്നെ ഡോക് ടൈപ്പ് HTML യൂസ് ചെയ്യുന്നത് HTML5 ആണെന്ന് മനസ്സിലാക്കാനായിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു സെഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ P ടാഗിനകത്ത് നമുക്ക് എന്താ പറയുക, ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഇമേജസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, പിന്നെ ലിങ്കുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സോ അതൊക്കെ ഇനി വരുന്ന വീഡിയോകളിൽ ഇനി വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
സോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. താങ്ക് യു. സോ ഫ്രണ്ട്സ്, നമ്മളിന്ന് എങ്ങനെ ഒരു വെബ് പേജ്